ജീവിതത്തിൽ സംഭവിക്കുന്ന ക്ഷീണവും തകർച്ചയും പലരെയും ബാധിച്ചിട്ട് അത് ജീവിതത്തിൽ നന്മയ്ക്ക് തടസ്സമായി തീരുകയും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. ക്ഷീണം, വിശ്രമമില്ലായ്മ ഇവയൊക്കെ അനേകർ മടുത്തു പോകുവാൻ കാരണമായി തീരും. അത് നിമിത്തം ഹൃദയം ക്ഷീണിച്ചു പോയിട്ട് മനസ്സ് തളർന്ന് മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തപ്പെടും. എന്നാൽ ചില സമ്പന്നരായ മനുഷ്യർ പലപ്പോഴും ക്ഷീണത്തെ അതിജീവിക്കുവാൻ ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി അവർ മദ്യപിക്കുകയും ചിരിക്കുകയും അട്ടഹസിക്കുകയും വായി തുറന്ന് ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ ലോകത്തിൽ അനേകർ അപ്രകാരമുള്ള പ്രവണതകളിൽ ആയിട്ട് അവർ ജീവിതത്തിൽ ശരീരാഭ്യാസം കാണിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയത്നം ചെയ്ത് അവരുടെ ദുഃഖത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ക്ഷീണം ഒരു മനുഷ്യനെ ബാധിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവിക വാഗ്ദത്തങ്ങളെ അവൻ മുറുകെ പിടിക്കണം. 1. യഹോവ എൻ്റെ ഇടയനാകുന്നു, ആകയാൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. 2. ഞാൻ ഇടറുകയില്ല, ഞാൻ തളർന്ന് പോവുകയില്ല. 3. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. 4. യഹോവ ഒരു വീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അങ്ങനെ ദൈവവചനത്തിൽ അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ഓരോ ദിവസവും ശക്തി പകരത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനിടയായിത്തീരും. അതെ, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവഹിതത്തെ ആരാഞ്ഞ് ദൈവശക്തിയിൽ നാം മുൻപോട്ട് പോയാൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലം പകർന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യും. സദൃശ്യവാക്യം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. പിന്നെയും സദൃശ്യവാക്യം 17-ന്റെ 22 സന്തോഷമുള്ള ഹൃദയം നല്ലൊരൗഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നു. അതെ, പലപ്പോഴും പ്രയാസം കൂടി വന്നിട്ട് അസ്ഥികൾ ക്ഷീണിച്ചു പോകുന്നത് പോലെ നാമായി തീരാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ സന്തോഷമുള്ള മനസ്സ് ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് സന്തുഷ്ടതയോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ തയ്യാറായി തീർന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചേച്ചു പോകുന്നു. അത് ലോകം നൽകുന്ന സമാധാനമല്ല, ലോകത്തിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായ ഒരു ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്ഷീണത്തെ മാറ്റുവാൻ, ബലഹീനതകളെ മാറ്റുവാൻ, തകർച്ചകളെ മാറ്റുവാൻ അത് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാൻ നിങ്ങളുടെ ഹൃദയം സന്തോഷം പൂർണ്ണമാകുവാനും ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അതെ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. അതെ, കർത്താവ് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന സന്തോഷം അത് നമ്മളിൽ ഇരിക്കണം. അത് പൂർണ്ണമായി നാം അനുഭവിച്ച് ദൈവത്തിൻ്റെ സന്തോഷത്തിൽ അനുദിനവും ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? അതെ, ദൈവിക വാഗ്ദത്തം എപ്പോഴും നമുക്ക് ചൈതന്യവും ശക്തിയും ബലവും ധൈര്യവും നൽകുന്ന ഒന്നാണ്. ആ ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ഹൃദയപരമാർത്ഥതയോടും സത്യസന്ധതയോടും കൂടെ നമ്മുടെ ക്ഷീണം ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആശ്രയിക്കുവാൻ നാം തയ്യാറായാൽ ഏത് ക്ഷീണവും പ്രതികൂലവും രോഗവും കഷ്ടവും പ്രയാസവും എല്ലാ തകർച്ചയും ജയിച്ച് യഹോവ ഒരു വീരനെ പോലെ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ, എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കടപ്പാൻ തക്കവണ്ണം ദൈവം തൻ്റെ ബലവും ശക്തിയും നമ്മുടെ മേൽ പകരും. അതുകൊണ്ട് ദൈവിക ചൈതന്യം പ്രാപിച്ച് അനുദിനം ശക്തിയോടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.